നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ ഒക്കെയായി ഒരു അന്തിമ തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നറിയാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഇതൊക്കെ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഡൽഹിയിലെ കൂടിക്കാഴ്ചകളും ഫലം കണ്ടില്ല. തീരുമാനം വൈകുന്നു. പ്രഖ്യാപനം നാളെയെന്ന് സൂചന. ഘടകകക്ഷികളുടെ അഭിപ്രായം വീണ്ടും തേടിയേക്കും. പ്രതീക്ഷ കൈവിടാതെ കെസിയും വിഡിയും ആർസിയും. നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് തെരുവിലെ പോരവസാനിപ്പിക്കാൻ അണികൾ. പ്രതിപക്ഷ നേതാവിലും പ്രഖ്യാപനമായില്ല. സിപിഎം PB യോഗം ഡൽഹിയിൽ ചേരും. തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തും. ദ്രാവിഡ പാർട്ടികൾ വാണ തമിഴ്നാട്ടിൽ ഇനി വിജയ് ഭരണകാലം. സത്യപ്രതിജ്ഞ രാവിലെ 10-ന് ചെന്നൈയിൽ പാർക്ക് ടൗൺ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിജയ്ക്ക് പുറമെ 9 മന്ത്രിമാരും അധികാരമേൽക്കും. BJP ദേശീയ ആസ്ഥാനത്ത് സ്ഫോടനത്തിന് പദ്ധതിയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഡൽഹി നഗരം അതീവ സുരക്ഷയിൽ. ഓഫീസിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ആശങ്കകൾ ഒഴിയുന്നില്ല. പരസ്പരം വെല്ലുവിളിച്ച് US-ഉം ഇറാനും. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ പ്രൊജക്ട് ഫ്രീഡം ഉൾപ്പെടെ വ്യാപകമാക്കുമെന്ന് ട്രംപ്. US ഇറാൻ സമാധാന ചർച്ചകൾ അടുത്തയാഴ്ച ഇസ്ലാമാബാദിൽ നടന്നേക്കും. വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. മികച്ച വിജയം നേടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാവാത്ത നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടത്തിയ ചർച്ചയിലും അന്തിമ ധാരണയായില്ല. ഈ മാസം 23 വരെ സമയമുണ്ടെന്നും ഉചിതമായ സമയത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞിരുന്നു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഫ്ലക്സ് യുദ്ധം തൽക്കാലത്തേക്ക് ശമിച്ചിട്ടുണ്ട്. കിരൺ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി തർക്കം ഇപ്പോഴും കോൺഗ്രസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സീനിയോറിറ്റിയെ ചൊല്ലിയാണ് രമേശ് ചെന്നിത്തല വാദം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ MLA-മാരുടെ പിന്തുണ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് KC വേണുഗോപാലിനാണ്. ജനങ്ങളിലേക്ക് വരുമ്പോൾ, ജനങ്ങളുടെ താല്പര്യം നോക്കുമ്പോൾ അത് VD സതീശനിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ചർച്ചകൾക്കൊക്കെ ശേഷം VD സതീശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതെങ്കിൽ താൻ MLA സ്ഥാനം ഒഴിയുമെന്ന്. അങ്ങനെയെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത അത് കുറഞ്ഞിരിക്കുന്നു എന്ന് വേണോ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ? ശ്രീ ഗുഡ് മോർണിംഗ്. VD സതീശൻ അത്തരത്തിലൊരു പരസ്യ പ്രസ്താവന ഇന്നലെ നടത്തിയിട്ടില്ല. അത് ചില പ്രചരണങ്ങൾ മാത്രമായിരുന്നു. ഇന്നലെ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് നടന്നത്. ചർച്ചയിൽ ആരാവണം മുഖ്യമന്ത്രി എന്നതിൽ ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞില്ല. ധാരണയിലെത്താതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 3 നേതാക്കളും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. 3 പേർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു. പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്ന ന്യായങ്ങളായിരുന്നില്ല. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുമ്പോൾ, വൈകുന്നേരം 4 മണിക്ക് യോഗം ചേരുമ്പോൾ രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തിട്ടു. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും യോഗത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഇവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗത്തിൽ പലതവണ കൂട്ടായും ഒറ്റയ്ക്കൊറ്റയ്ക്കുമൊക്കെ ചർച്ചകൾ നടത്തി. പക്ഷേ ആ ചർച്ചകളിൽ ഒരു പൊതുധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഹൈക്കമാൻഡ് നിലപാട് അറിയിച്ചത് കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉള്ളത് അത് KC വേണുഗോപാലിനാണ്. അതാണ് അങ്ങനെ കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ള പാർലമെന്ററി പാർട്ടി ഭൂരിപക്ഷത്തിന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നാണ് കോൺഗ്രസിന്റെ രീതി എന്നറിയിച്ചു. എന്നാൽ രമേശ് ചെന്നിത്തല ഇതിന് മറുപടി നൽകിയത് കഴിഞ്ഞ തവണ തന്നെ പ്രതിപക്ഷ നേതാവായി തന്നെ മാറ്റി അതിന് പകരം VD സതീശനെ തെരഞ്ഞെടുത്തത് ഭൂരിപക്ഷം നോക്കിയായിരുന്നില്ല. അന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശമായിരുന്നു അങ്ങനെ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം വേണം എന്നുള്ളത്. താനത് പൂർണ്ണമായും അംഗീകരിക്കുകയും കഴിഞ്ഞ 5 വർഷവും ഈ പാർട്ടിക്കൊപ്പം നിലപാട് സ്വീകരിക്കുകയും പാർട്ടിയെ ഒരിക്കൽ പോലും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തില്ല. കഴിഞ്ഞ 5 വർഷം തന്നെ സുപ്രധാന യോഗങ്ങളിൽ നടക്കം മാറ്റി നിർത്തുന്ന അവസ്ഥയുണ്ടായിട്ട് പോലും താൻ എവിടെയെങ്കിലും പാർട്ടിക്കെതിരെ ഒരു പ്രതിഷേധം നോക്കുകയോ പിണങ്ങി മാറി നിൽക്കുകയോ പോലും ചെയ്തിട്ടില്ല. ആ ഘട്ടത്തിൽ ഈ പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോയ തൻ്റെ പേര് പരിഗണിക്കണം, സീനിയറും താനാണ് എന്നുള്ള വാദം ഉന്നയിച്ചു. അതോടൊപ്പം VD സതീശനും പ്രധാനമായി ഉന്നയിച്ചത് കഴിഞ്ഞ തവണ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം UDF-നെ ഭരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അവിടെ ടീം UDF എന്നത് ബിൽഡ് ചെയ്തതും അലോസരമില്ലാതെ നിയമസഭയ്ക്കകത്ത്
അകത്തും പുറത്തും ടീം UDF എന്ന പേരിൽ ഒരുമിച്ച് നിന്ന് പട നയിച്ചത് താനാണ്. അങ്ങനെ ഒരു ടീം UDFിൻ്റെ പൊതുവികാരം ആരാണോ മുഖ്യമന്ത്രി അതിൻ്റെ ക്യാപ്റ്റൻ ആവേണ്ടത്, അങ്ങനെ ആ ടീം UDFിൻ്റെ വികാരം മാനിച്ചു വേണം ഒരാളെ തീരുമാനിക്കേണ്ടതെന്നുള്ളതായിരുന്നു. തൻ്റെ പേര് പറയുന്നതിന് പകരം UDFിൻ്റെ താല്പര്യം ഉറപ്പായിട്ട് ആരാണെന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ള വാദമാണ് VD സതീശൻ മുന്നോട്ട് വെച്ചത്. അത് യഥാർത്ഥത്തിൽ ന്യായമായ ഒരു വാദമായിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ MLA-മാരുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരു മാറ്റം അങ്ങനെ കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പ്രകടനം നടത്തിയതുകൊണ്ടോ മാറ്റം ഉണ്ടായിട്ടില്ല. പാർലമെന്ററി പാർട്ടി ആരെയാണോ ഭൂരിപക്ഷത്തിൽ തീരുമാനിക്കുന്നത് അവരെ മുഖ്യമന്ത്രിയാക്കുക, അതാണ് കോൺഗ്രസിൻ്റെ രീതി. ആ രീതിയിൽ നിന്ന് മാറേണ്ടതില്ല എന്നുള്ള ഉറച്ച നിലപാട് KC വേണുഗോപാലും സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് തർക്കം വന്നത്. ഇവരുമായി 3 പേരുമായും പ്രത്യേകമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് മറ്റൊരാൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള നിലപാടാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചത്. VD സതീശൻ പ്രധാനമായും പറഞ്ഞത് എൻ്റെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ UDFിന് 2ാം തവണയും സാധാരണഗതിയിൽ ലഭിക്കേണ്ട ഒരു ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ലഭിച്ചില്ല. അങ്ങനെ UDF തകർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ ഏറ്റെടുക്കുന്നത്. ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ടീം UDF ബിൽഡ് ചെയ്ത് ഇപ്പോൾ ടീം UDFിന് 102 സീറ്റോടുകൂടി അത്യുജ്വലമായ വിജയം, കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും മികച്ച വിജയം നേടിയെടുക്കാൻ സാധിച്ചു. എൻ്റെ ഉത്തരവാദിത്തം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി താൻ ഇതിലേക്കില്ല എന്നുള്ള മന്ത്രിസഭയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിസഭയുമായി സഹകരിക്കാനോ തീരുമാനിക്കാനോ ഒന്നുമില്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു മാറി നിൽക്കലല്ല, അത് ഒരു വിമത സ്വരം ഉയർത്തലാണ് എന്നത് ഹൈക്കമാൻഡിന് നന്നായി തന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. തന്നെക്കാൾ ഏറെ ജൂനിയറാണ് ഇവർ രണ്ടുപേരും. ഇങ്ങനെ ഒരു മന്ത്രിസഭയിൽ അംഗമായിരിക്കാൻ തനിക്ക് കഴിയില്ല എന്നത് അദ്ദേഹവും അറിയിച്ചു. തന്നെയും ഒഴിവാക്കിക്കോളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് ഇതൊരു ഡെഡ് ലോക്കിലേക്ക് നീങ്ങിയത്. ഇവരുമായി നേതാക്കൾ പലതവണ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തിയെങ്കിലും ഏതെങ്കിലും ഒരു ധാരണയിലെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് ഒടുവിൽ അതിനുശേഷം പിന്നീടുണ്ടായത് ഈ കേരളത്തിൽ ഈ ഫ്ലെക്സുകൾ വെക്കുകയും ഫ്ലെക്സുകൾ വലിച്ചു കീറുകയും ഫ്ലെക്സുകൾ തുപ്പുകയും ഫ്ലെക്സുകൾ കരിയോലൊഴിക്കുകയും ഒക്കെ ചെയ്ത നടപടി, തെരുവിൽ പ്രകടനം നടത്തിയ നടപടി, അതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. ഇത് കോൺഗ്രസിൽ ഇതിനു വേണ്ടി നേതാക്കൾ അറിയാതെ ഇങ്ങനെ അണികൾ ചെയ്യും എന്നത് കരുതാനാവില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഇത് ചെയ്തത്. ഇത് ചെയ്താൽ എന്താണ് തീരുമാനം ഹൈക്കമാൻഡ് മാറ്റുമെന്നാണ് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റിയെന്നും രൂക്ഷമായ വിമർശനം ഈ നേതാക്കൾക്കെതിരെയൊക്കെ ഉന്നയിച്ചു. ഇതേ തുടർന്ന് ഈ നേതാക്കൾ തന്നെ ഈ ഫ്ലെക്സ് ഇന്ന് തന്നെ മാറ്റാം ഉള്ള എല്ലാ നിർദ്ദേശം നൽകാമെന്ന് 3 പേരും സംബന്ധിച്ചു. ഇതിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇടയ്ക്ക് ഒരു വാദം ഉന്നയിച്ചത്. ആദ്യം 3 പേരും തങ്ങളുടെ അറിവോടുകൂടി അല്ലെന്ന് പറഞ്ഞെങ്കിലും അത് അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തയ്യാറായില്ല. നിങ്ങളുടെ അറിവില്ലാതെ ഈ തരത്തിൽ പ്രകടനങ്ങൾ നടക്കില്ല എന്നത് തന്നെ അവർ ഉറപ്പിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞത് തനിക്ക് വേണ്ടി എവിടെയും പ്രകടനം നടത്തിയിട്ടില്ല, താൻ എവിടെയും ഫ്ലെക്സ് വെക്കാൻ നിർദ്ദേശം കൊടുക്കുകയോ ഫ്ലെക്സ് വെക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവർ KC വേണുഗോപാലും VD സതീശനുമാണ് അത്തരത്തിലേക്ക് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഇടപാടുകൾ നടത്തിയത് എന്നത് അദ്ദേഹത്തിൻ്റെ വാദമായി പറഞ്ഞു. എന്തായാലും പൂർണ്ണമായും ഉടൻ തന്നെ ഈ ഫ്ലെക്സുകളെല്ലാം നീക്കണം, അത് മാധ്യമങ്ങളോട് തുറന്നു പറയണം. ആ തീരുമാനം നിങ്ങളുടെ 3 പേരുടെയും അഭിപ്രായം കേട്ട് ഹൈക്കമാൻഡ് സ്വീകരിക്കാം. ഹൈക്കമാൻഡ് കോൺഗ്രസ് അധ്യക്ഷയാണ് ആരാണ് പാർലമെന്ററി പാർട്ടി ലീഡർ തീരുമാനിക്കാൻ MLA-മാർ തീരുമാനിച്ചിരിക്കുക. അത് ഐകണ്ഠ്യേനുള്ള തീരുമാനമാണ്. ആ പ്രമേയം പാസ്സാക്കിയതാണ്. അതനുസരിച്ച് തീരുമാനിക്കാം. മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ ഈ തീരുമാനം പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിരൺ, അതുപോലെ തന്നെ ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ടോ ഡൽഹിയിൽ? സ്വാഭാവികമായും അത്തരം ചില ചർച്ചകളൊക്കെ നടക്കും. എന്തായാലും ഈ ഒരു ഡെഡ് ലോക്കിൽ നിൽക്കുമ്പോൾ ഇതിന് പരിഹരിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇവർക്ക് ഒരു സമവായ വഴി കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നലെ തന്നെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ ചർച്ചയിൽ തീരുമാനമാകാനുള്ള സാധ്യത കുറവാണ്, ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത് എന്ന് മറ്റ് പലരും ഇത്ര മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവും എന്ന മട്ടിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സാധാരണഗതിയിൽ ഇത്തരം തർക്കങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പുതുമയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരം തർക്കങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പാർട്ടി, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസിൽ മിക്കവാറും സംസ്ഥാന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ സമാനമായ ഈ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഒടുവിൽ കർണാടകയിലായാലും ഒക്കെ ഈ തരത്തിൽ വലിയ തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് കാലാകാലങ്ങളായി ആ തർക്കങ്ങൾ കൊണ്ട് കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ആന്ധ്രാപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് നിഷ്കാസിതമായി പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഇത്തരം നിലപാടുകൾ മാറിയിട്ടുണ്ട്. ജഗൻമോഹൻ റെഡ്ഡി സമാനമായ രീതിയിൽ സമ്മർദ്ദമായി വന്നപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയും അമ്മയും ഇവിടെ എത്തുമ്പോൾ YSRന്റെ ഭാര്യയാണ് എന്നതുകൂടി ആലോചിക്കണം. ഇവിടെ എത്തുമ്പോൾ YSR സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഏറ്റവും വിശ്വസ്തനായ ആന്ധ്രാപ്രദേശിൻ്റെ നേതാവായിരുന്നു. പക്ഷേ തെരുവിൽ പ്രകടനം നടത്തി അവിടെ വലിയ റാലികളൊക്കെ നടത്തി ജഗൻമോഹൻ റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യങ്ങൾ ഉയർന്നപ്പോൾ ഡൽഹിയിലെത്തിയപ്പോൾ സോണിയാഗാന്ധി കാണാൻ തന്നെ അവർക്ക് ഒരാഴ്ചയോളം അവരിവിടെ തങ്ങിയെങ്കിലും അവർക്ക് കാണാൻ പോലും
പോലും അപ്പോയിൻമെൻറ്റ് പോലും നൽകിയില്ല. ഇതേ തുടർന്നാണ് വേറെ പാർട്ടി ഉണ്ടായി പോവുകയും അങ്ങനെ അവിടെ തന്നെ ആത്യന്തികമായി കോൺഗ്രസ് തന്നെ അവിടെ ഇല്ലാതാവുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അത്ര കടുത്ത നഷ്ടമുണ്ടായിട്ട് പോലും കോൺഗ്രസ് പിന്നീട് വന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുകളിലായാൽ പോലും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തി തീരുമാനം മാറ്റുക, അങ്ങനെ ഒരു തീരുമാനമില്ല. അവർ തന്നെ പ്രധാനം ചോദിക്കുന്ന ചോദ്യം, സമ്മർദ്ദം ചെലുത്തി തീരുമാനം മാറ്റുകയാണെങ്കിൽ നാളെ സ്വിച്ചിട്ടാൽ വൈകുന്നേരം കർണാടക മുഴുവൻ പ്രകടനമോ റാലിയോ ഒക്കെ നടത്താൻ ശേഷിയുള്ള ആളാണ് ഡി കെ ശിവകുമാർ. എങ്കിൽ ഡി കെ ശിവകുമാർ നാളെ റാലി നടത്തിയാൽ അവിടെയും മാറ്റേണ്ടി വരുമോ? അത് അത്തരം ഒരു രീതി കോൺഗ്രസിനില്ല. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നത് കർശനമായി തന്നെ ഇന്നലെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. അക്കാര്യത്തിൽ നേതാക്കളുടെ ഒരു എക്സ്ക്യൂസിനും അവർ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമായ വിമർശനമാണ് കെ സി വേണുഗോപാലിനടക്കം നേരിടേണ്ടി വന്നത്. അതിൽ ഇന്നലത്തെ യോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കെ സി വേണുഗോപാൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയ ശേഷം പിന്നീട് നടന്ന യോഗങ്ങളൊക്കെ അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ ഭാഗവും കേരളത്തിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ അവർ ഒരു സംസ്ഥാനത്തെ പ്രതികരിക്കുന്ന നേതാക്കളുമായിരുന്നു. പക്ഷേ ഇന്നലെ ഈക്വൽ ട്രീറ്റ് ആയിട്ട് ഒരു ട്രീറ്റാണ് കെ സി വേണുഗോപാലിനായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും വി ഡി സതീശനായാലും ലഭിച്ചത്. അതുതന്നെ ഒരു പരിധിവരെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും അവരെ അംഗീകരിക്കുന്നു എന്നതിന് ഒരു തെളിവുമൊക്കെ മാറി. മൂന്നുപേരെയും ഒരേപോലെയാണ് കണക്കാക്കിയത്. രാഹുൽ ഗാന്ധി ആയാലും മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനിപ്പോൾ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ ചർച്ച നടത്തും. സോണിയാഗാന്ധിയുടെ അഭിപ്രായമൊക്കെ തേടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എ കെ ആന്റണിയുടെ അഭിപ്രായം സോണിയാഗാന്ധി സ്വാഭാവികമായും തേടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇത് എങ്ങനെ കേരളത്തിൽ പരിഹരിക്കാം, ഏത് തരത്തിൽ വേണം ഇതിന് പരിഹാരം എന്നൊക്കെയുള്ള അഭിപ്രായം തേടും. അതിനുശേഷം അനൗദ്യോഗികമായി ചിലപ്പോൾ ചില ചർച്ചകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അത്തരമൊരു ധാരണയിൽ എത്തിയ ശേഷം ആയിരിക്കും ഈ ധാരണ ഈ മൂന്ന് നേതാക്കളെയും അറിയിക്കുന്നത്. മൂന്ന് നേതാക്കളെയും അറിയിച്ച ശേഷം മൂന്ന് നേതാക്കളും സ്വാഭാവികമായും അത്തരമൊരു ഹൈക്കമാൻഡ് ധാരണ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചർച്ച നടത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നമുക്ക് തള്ളിക്കളയാനാവില്ല. വീണ്ടും ഒരു ഉറച്ച നിലപാടിലേക്ക് പ്രസിദ്ധിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ ഒരിക്കൽ കൂടി ചർച്ച നടത്തിയേക്കാം. അതിനുശേഷമാവും പ്രഖ്യാപനം ഉണ്ടാവുക. ശരി, കൊച്ചിയിൽ നിന്നും ആജ്ഞ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ ചർച്ചകൾക്കൊക്കെ ശേഷം മൂന്ന് നേതാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് അണികൾ തമ്മിൽ ഇത്തരത്തിൽ ഒരു കൂട്ടയടി പാടില്ല, തെരുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളൊക്കെ ഇപ്പോൾ തന്നെ നീക്കം ചെയ്യണമെന്നൊരു പ്രസ്താവന മൂന്ന് നേതാക്കളും അറിയിച്ചിരുന്നു. ഇപ്പോൾ തെരുവിൽ നിന്ന് ഫ്ലെക്സുകളൊക്കെ നീക്കം ചെയ്ത സാഹചര്യമാണോ ഉള്ളത്? കഴിഞ്ഞ ദിവസം AICC അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ചും ഈ നേതാക്കന്മാർക്കൊക്കെ രൂക്ഷ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതായത് നേതാക്കൾ അറിയാതെ ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ വെക്കാനോ അല്ലെങ്കിൽ പ്രകടനങ്ങളുമായി അണികൾ തെരുവിലിറങ്ങാനോ ഉള്ള സാധ്യതയില്ല എന്നുള്ള നിരീക്ഷണമാണ്. അത് നമുക്കറിയാം. തിരുവനന്തപുരത്ത് DCCക്കെതിരെ നടപടിയെടുക്കാൻ KPCCക്ക് AICC നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് KPCC നൽകിയിരിക്കുന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് തന്നെ അണികൾ നിരത്തിലിറക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ഉയരുന്നു, VD സതീശനെ അനുകൂലിച്ച് പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. ഇതായിരുന്നു കൊച്ചിയിലെ കഴിഞ്ഞ ഒരാഴ്ചത്തെ സ്ഥിതി. അതായിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ അനുകൂല പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം. അതായത് പണിയെടുത്തവന് അതിന് കൂലി നൽകണം, അതല്ലെങ്കിൽ പടനായകൻ നയിക്കട്ടെ എന്നുള്ള തുടങ്ങിയ ക്യാപ്ഷനുകളൊക്കെ ആയിരുന്നു ഫ്ലെക്സുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഫ്ലെക്സുകൾ നീക്കം ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അണികൾ തെരുവിൽ പ്രകടനങ്ങളുമായി ഇറങ്ങരുത്, ഫ്ലെക്സുകൾ നീക്കം ചെയ്യണം, ഈ ഫ്ലെക്സുകൾ വെക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് കേരളത്തിലൊന്നാകെ ഇന്നലെ VD സതീശൻ സംസാരിക്കുന്ന സാഹചര്യത്തിൽ, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഉടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന് ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ ഈ ചരിത്ര വിജയം നേടാൻ കഴിഞ്ഞത്. അത് കൊണ്ട് തന്നെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ഇതിന്റെ വിജയത്തിൽ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു VD സതീശൻ ഇന്നലെ AICCയുടെ നിർദ്ദേശത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആളുകൾ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ആ നിർദ്ദേശത്തെ തുടർന്ന് ഫ്ലെക്സുകൾ നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വഴിപാടുകൾ കഴിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആലുവയെ സംബന്ധിച്ചിട്ടും ദേശത്തെ സംബന്ധിച്ചിട്ടുമൊക്കെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആവശ്യം പിന്നെയും നിലനിൽക്കുന്നുണ്ട്. ഒരു പാർട്ടി അതിൻ്റെ അണികളോട് ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും നമുക്കറിയാം, മുൻപ് VS അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച സാഹചര്യത്തിലായിരുന്നു പാർട്ടിക്കെതിരെ അണികൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായത്. സമാനമായ എന്ന് വിശേഷിപ്പിക്കാനാകില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള, അതായത് ഒരു പാർട്ടി തീരുമാനിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നേതൃത്വം തീരുമാനിക്കുന്നതിന് എതിരായിട്ട്
ഇത്രയും ആളുകൾ നിരത്തിലിറങ്ങുകയും അവരെ നിയന്ത്രിക്കാനാകാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നേതാക്കൾ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് എന്നുള്ള വിമർശനമാണ് AICCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് തന്നെ. അതേസമയം സതീശനും വേണുഗോപാലുമാണ് ഇത്തരത്തിൽ ഫ്ലെക്സുകൾ വെച്ചതും അല്ലെങ്കിൽ അണികളെ നിരത്തിലിറക്കിയതും. തനിക്ക് അനുകൂലമായ ഫ്ലെക്സുകൾ ഉയർന്നിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ ഇത്തരം പ്രകടനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തല നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്തായാലും ഇന്നും ഇവിടെ നിന്നും പ്രകടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്നിരുന്നാൽ പോലും AICCയുടെ കർശന നിർദ്ദേശം അനുസരിച്ചിട്ട് VD സതീശൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ പ്രകടനങ്ങൾ നിർത്തിവെക്കണം, അതല്ലെങ്കിൽ അണികൾ അനുകൂല പ്രകടനങ്ങൾ, VD സതീശന് അനുകൂല പ്രകടനങ്ങളാണ് മരടിലായാലും ആലുവയിലായാലും കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ. അതായത് കൊച്ചിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ടൈമിൽ 9-5 എന്ന് നിന്നിരുന്ന കക്ഷിനില 14-14 എന്നുള്ള 14-0 എന്നുള്ള ഒരു തരത്തിലേക്ക് UDF നേടിയെടുത്തത് സതീശന്റെ ഹോംവർക്ക് കൊണ്ടാണ്. അദ്ദേഹം ഹോംവർക്ക് ചെയ്തത് കൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിന് നേതൃനിരയിൽ എത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം തുടരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ ഈ കേരളത്തിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലും ഈ നേതാക്കളെ അനുകൂലിച്ച് ഫ്ലക്സ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നീക്കം ചെയ്തിരുന്നോ ഡൽഹിയിലും? ഡൽഹിയിൽ കേരള ഹൗസിന് മുന്നിലെ ഫ്ലക്സ് ഇന്നലെ രാത്രിയും നീക്കം ചെയ്തിരുന്നില്ല. കേരള ഹൗസിന് മുന്നിലെ ഫ്ലക്സ് വെച്ചതൊക്കെ കേരളത്തിലൊക്കെ അങ്ങനെ അണികൾ അങ്ങനെ വന്ന് നീക്കം ചെയ്യും. ഡൽഹിയിൽ ഫ്ലക്സ് വെക്കുന്നതൊക്കെ പലപ്പോഴും നേതാക്കളോ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ആരെങ്കിലും നിർദ്ദേശപ്രകാരം 1-2 പേർ വന്നൊക്കെ വെക്കുന്ന ഫ്ലക്സുകളൊക്കെ ആയിരിക്കും. എന്തായാലും അത് ഇന്നലെ രാത്രിയും നീക്കം ചെയ്തിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ന് രാവിലെ ഇനി മുഴുവൻ സ്ഥലങ്ങളിലെ അങ്ങനെയാണ്. പ്രധാനമായും കേരള ഹൗസിൻ്റെ പരിസര പ്രദേശത്താണ് അത്തരത്തിൽ ഫ്ലെക്സുകളൊക്കെ വെച്ചിരുന്നത്. അത് ഇന്ന് നീക്കം ചെയ്യും എന്നാണ് ഇന്നലെ രാത്രിയിലും ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അറിയുന്നത്. പലതും ആരാണ് വെച്ചത് എന്നുള്ള പേരിലൊന്നും അല്ല വെച്ചിരുന്നത്. പൊതുവായി NGO അസോസിയേഷൻ വെച്ച ഫ്ലെക്സിൽ എല്ലാ നേതാക്കളുടെയും പടമുണ്ട്. അതിൽ KPC അധ്യക്ഷൻ്റെയും 3 നേതാക്കളുടെയും ഒക്കെ ചിത്രമുള്ള, അതൊക്കെ കോൺഗ്രസ് അധ്യക്ഷൻ്റെയൊക്കെ ചിത്രമുള്ളതാണ്. അത് നീക്കം ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി വെച്ച ഫ്ലെക്സുകൾ അതാണ്. അത് എന്തായാലും കേരള ഹൗസിൻ്റെ അത് ഇന്ന് നീക്കം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് കേരളത്തിലെ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഫ്ലെക്സ് വെച്ചത് അണികൾ തന്നെയാണ്, ഇവരുടെയൊക്കെ അണികൾ തന്നെയാണ്. അത് ഇവരും സമ്മതിക്കുന്നുണ്ട്. അത് ഇന്നലെ തന്നെ നിർദ്ദേശം, അത് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ 3 നേതാക്കളും കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും അത്തരം ഫ്ലെക്സുകൾ എല്ലാം പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ളത്. അത്തരം ഫ്ലെക്സുകളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രകടനമോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് യുദ്ധത്തിലേക്കോ ഒന്നും നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു നേതാവിന് മനഃപൂർവ്വം ആ നേതാവിന് നമ്മൾ സാധാരണ പറയാതെ പണി കൊടുക്കാൻ എന്ന മട്ടിലെങ്ങാണ് മറ്റാരെങ്കിലും അവരുടെ പേരിൽ ഫ്ലെക്സ് വെക്കുക, അല്ലാതെ ഇനി ഒരു നേതാവ് അതിന് തുനിയാൻ സാധ്യതയില്ല. കാരണം അതിരൂക്ഷമായിട്ടാണ് ഇന്നലത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും മുഖ്യമന്ത്രിക്കായുള്ള ചർച്ചകൾ ഇനിയും 2-3 ദിവസത്തെ കൂടി പുരോഗമിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഇത്തരത്തിൽ തെരുവിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സുകളൊക്കെ നീക്കം ചെയ്യണമെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പലയിടത്തും നീക്കം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ഇന്നലെ വൈകുന്നേരം അടക്കം നീക്കം ചെയ്തിട്ടില്ല എന്നാണ് കിരൺ ബാബു റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാകുന്നത്. അതും വൈകാതെ നീക്കം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അണികൾ തമ്മിൽ ഇനിയൊരു അടി പാടില്ല എന്നാണ് 3 നേതാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അറിയിച്ചിരുന്നത്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, തുടരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെയാണ് ഇന്നലെ പലപ്പോഴും ഈ അണികളുടെ ആവേശത്തിലും അല്ലെങ്കിൽ ഈ നേതാക്കളുടെയൊക്കെ സിൽബന്ദികളായി നിൽക്കുന്ന ചില നേതാക്കളുടെയൊക്കെ വാക്കുകളൊക്കെ കേട്ടാണ് പലപ്പോഴും ആളുകളൊക്കെ ഇത്തരത്തിൽ അഭ്യൂഹങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്നതിന് കോൺഗ്രസിൻ്റെതായ രീതിയുണ്ട്. അത് CLP പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ആർക്കാണ്, ആ ഭൂരിപക്ഷം ആദ്യം തേടും. അതിന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ അവിടെ എത്തും. ആ ഭൂരിപക്ഷം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ഹൈക്കമാൻഡ് യോഗം ചേരും. ഹൈക്കമാൻഡ് യോഗം ചേർത്ത് ആ സംസ്ഥാനത്തെ പൊതുവായ സ്ഥിതിയൊക്കെ വിലയിരുത്തും. ഈ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കും. അവരെ യോജിപ്പിലെത്തിയ ശേഷം അവർക്ക് നൽകുക എന്നുള്ളതാണ്. വലിയ തർക്കങ്ങൾ ഇത് കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ നീണ്ടുപോയിട്ടൊന്നുമില്ല. വോട്ടെടുത്തത് 4-ാം തീയതി മാത്രമാണ്. ഇപ്പോൾ ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ. ഇതിനൊക്കെ എത്രയോ നീണ്ടുപോവുകയും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരുകയും ചെയ്ത പല ഘട്ടങ്ങളുണ്ട്. രാജസ്ഥാനിലാണെങ്കിൽ അശോക് ഗെഹ്ലോട്ടും
സച്ചിൻ പൈലറ്റ് നേതൃത്വത്തിലാണ് PCCയുടെ രാജസ്ഥാൻ PCCയുടെ അധ്യക്ഷൻ സച്ചിൻ പൈലറ്റ് ആയിരുന്നു. സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിലാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, വിജയിച്ചതും ഒക്കെ ആണ്. പക്ഷേ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം MLA-മാർ നിലപാടെടുത്തത് അത് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആവട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഒടുവിൽ പലതവണ ചർച്ച നടന്നു. സച്ചിൻ പൈലറ്റ് പാർട്ടി പിളർത്തുമെന്ന് വരെ ചില സൂചനകളൊക്കെ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ സച്ചിൻ പൈലറ്റിനോടൊപ്പമുള്ള MLA-മാരൊക്കെ മറ്റു പാർട്ടിയായി പോകും എന്നതൊക്കെ സൂചനകൾ വന്നിരുന്നു. പക്ഷേ അവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രാപ്രദേശിൽ സംസ്ഥാനം തന്നെ പൂർണ്ണമായും കോൺഗ്രസ് നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായി. കർണാടകയിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായതാണ്. ഈ അടുത്ത കാലത്തുണ്ടായ തർക്കങ്ങളുടേതാണ്. ഇതിനു മുമ്പും ഈ സമാനമായ രീതിയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വലിയ തർക്കങ്ങൾ അത് രാജസ്ഥാനിലുണ്ടായിട്ടുണ്ട്. മധ്യപ്രദേശിൽ ഇതിലും വലിയ തർക്കങ്ങളുണ്ടായി. ചേരിതിരിഞ്ഞ് MLA-മാരെ അണിനിരത്തുന്ന അവസ്ഥ, MLA-മാരെ സ്വന്തം പക്ഷത്തെ MLA-മാരെയും കൊണ്ട് ഡൽഹിയിൽ എത്തുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ പല ഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയെങ്ങും സമ്മർദ്ദത്തിന് വഴങ്ങിയ ഒരു തീരുമാനം ഹൈക്കമാൻഡ് ഇതുവരെയും എടുത്തിട്ടില്ല. അതിൻ്റെ നേട്ടവും അതിൻ്റെ കോട്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ ഈ സമ്മർദ്ദം ഉണ്ടായാൽ, സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുത്താൽ അതിൻ്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും അത് സഹിക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ നിലപാടാണ്. അത് വളരെ കൃത്യമായി തന്നെ ഈ നേതാക്കൾക്കൊക്കെ അറിയാം. ആദ്യഘട്ടത്തിൽ അവരൊക്കെ ആവേശത്തിന് ഇതിനൊക്കെ മൂളിയെങ്കിലും സ്വാഭാവികമായും ഇനി അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അത് KC വേണുഗോപാലിനായാലും VD സതീശനായാലും ഇനി രമേശ് ചെന്നിത്തലയ്ക്കായാലും വളരെ കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ കർശനമായ നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ നൽകിയത്. രാത്രിയിലല്ല, ആ യോഗം കഴിഞ്ഞ് ആദ്യം ഇറങ്ങിയിട്ട് യോഗ തീരുമാനം എന്താണ് എന്ന് ഏറ്റവും അടുത്ത ആളുകളെ അറിയിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ മുഴുവൻ ഫ്ലെക്സുകൾ നീക്കാൻ നിർദ്ദേശം കൊടുക്കണമെന്നുള്ളതാണ് ഈ നേതാക്കളൊക്കെയും തങ്ങളുടെ അണികളെ അറിയിച്ചത്. അത് പ്രകാരമാണ് തൊട്ടടുത്ത മിനിറ്റ് മുതൽ തന്നെ കേരളത്തിൽ ഈ ഫ്ലെക്സുകൾ നീക്കുന്ന നടപടികൾ കോൺഗ്രസ് പ്രവർത്തകർ ആരംഭിച്ചത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇനി ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമുള്ള KC വേണുഗോപാലിനെ തിരഞ്ഞെടുക്കണോ, അതോ ഇനി ഇതിനെ നയിച്ചു എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണോ, സീനിയോറിറ്റി പരിഗണിച്ച് രമേശ് ചെന്നിത്തല വേണം? അക്കാര്യത്തിലൊക്കെ ഹൈക്കമാൻഡാണ് ഇനി തീരുമാനമെടുക്കുന്നത്. അവർ ഇനി ചിലപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളുമായി, ഹൈക്കമാൻഡ് വിശ്വാസമുള്ള നേതാക്കളുമായും മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AK ആന്റണിയുമായിട്ടൊക്കെ ചിലപ്പോൾ ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് അവരൊരു സമവായത്തിലെത്തും. ഈ സമവായം ഈ 3 നേതാക്കളെയും ആദ്യം അറിയിക്കും, അതിനുശേഷം പ്രഖ്യാപനം നടത്തും. അതാവും ഉണ്ടാവുക. ആ സമയത്ത് ഇനി അസാധാരണമായ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഈ നേതാക്കളുടെ ഭാഗത്ത് ഉയർന്നാൽ മാത്രമേ ഇനി ഒരു നേരിട്ട് ഉള്ളൊരു യോഗത്തിന് സാധ്യതയുള്ളൂ. ശരി, ഇന്നോ നാളെയോ ആയി തന്നെ മുഖ്യമന്ത്രി ആരെന്നതിലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡൽഹിയിൽ നിന്ന് കിരൺ ബാബുവും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ ചേരും. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന പ്രധാന ചർച്ച എന്ന് പറയുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നതാണ്. പ്രധാനമായും പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന പേര് അത് പിണറായി വിജയൻ്റെ തന്നെയാണ്. പിണറായി വിജയൻ തന്നെയാകാനാണോ സാധ്യത കൂടുതൽ? ആ തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരു അസ്ഥിരത പ്രകടമാകുന്നുണ്ട്. മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ, അതിൻ്റെ പോര് ശമനമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ്. ഈ 3 നേതാക്കളും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇതിലാര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലിയുള്ള കലാപമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഫ്ലക്സ് യുദ്ധമാണ് നടക്കുന്നത്. പക്ഷേ LDFിൻ്റെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. 2 ടേമിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അതിനു മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നൊരു താല്പര്യം പൊതുവിൽ CPMലും LDFിനുള്ളിലുമുണ്ട്. അതല്ല, അദ്ദേഹം ഒഴിവാകണമെന്നാവശ്യപ്പെടുന്ന അംഗങ്ങളുമുണ്ട്. ഏതായിരുന്നാലും ഇതിൽ പിണറായി വിജയൻ മനസ്സ് തുറക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്നും നാളെയുമായി ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൂടാതെ MV ഗോവിന്ദനും A വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഉള്ളവരുടെ വികാരം കൂടി, കേരളവുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കും അത്തരമൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായിരുന്നാലും പിണറായി വിജയൻ സർക്കാർ അത് മോശമായിരുന്നില്ല, ഈ ഭരണത്തിൽ അഴിമതി ഉണ്ടായിരുന്നില്ല, അത്തരം ആരോപണങ്ങൾ സർക്കാർ നേരിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും നേരത്തെ ചേർന്നപ്പോൾ ഒരു വികാരം പങ്കുവയ്ക്കപ്പെട്ടത്. അതേസമയം മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ സമീപനം പലപ്പോഴും ശരിയായിരുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ KN ബാലഗോപാലായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരിക എന്ന
സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു തർക്കം കോൺഗ്രസിൽ തുടരുമ്പോൾ അതിനെ ആ തരത്തിൽ തുറന്നു കാട്ടാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് അസ്ഥിരമാണ്, UDF അസ്ഥിരമാണ്, ലീഗും കോൺഗ്രസും തമ്മിൽ തുടക്കത്തിലെ കല്ലുകടിയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വളരെ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിയുന്ന, അതിനെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിക്കണം. അദ്ദേഹം ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹം സ്വയം താല്പര്യപ്പെടുന്നു എന്ന കാര്യം പരിശോധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ മുമ്പിലുണ്ട്. ഏതായിരുന്നാലും ഒരു പുതിയ നിരയ്ക്ക് രൂപം നൽകുമോ എന്നത് കൂടി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പാർട്ടി സെക്രട്ടറിയെ മാറ്റണമെന്ന ആവശ്യം ഒരു വശത്തു നിന്ന് ഉയരുന്നുണ്ട്. സ്വരാജിനെ പോലുള്ളവരെ പാർട്ടിയുടെ പ്രധാന മുഖമായി ഉയർത്തിക്കൊണ്ടുവരണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. അവിടെ മേൽഘടകങ്ങളിലുണ്ടായ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരമൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. അനുശ്രീ. വിനോദ്, അതുപോലെ തന്നെ ഈ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്നതിൽ CPI എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കില്ല ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടാവുക? ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നൽകാമെന്ന് CPM സമ്മതിച്ചിട്ടുമുണ്ട്. ഈ CPIയുടെ അഭിപ്രായം കൂടി ഇതിൽ ആരാഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. സ്വാഭാവികമായും ഒരു മുന്നണി മര്യാദ അനുസരിച്ച് തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കും. പക്ഷേ CPM പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചാൽ, അദ്ദേഹം അതിന് സന്നദ്ധനായാൽ, അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്താൻ സ്വയം അദ്ദേഹം സന്നദ്ധനായാൽ തീർച്ചയായും CPIയുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ എടുത്തു പറഞ്ഞത് തന്നെയാണ്, കഴിഞ്ഞ 2 പിണറായി സർക്കാരിനെ കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ഒരു അഴിമതി സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമില്ല, ഭരണം മോശമായിരുന്നു എന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വലിയ തോതിലുള്ള ആക്ഷേപമില്ല എന്ന് തന്നെയാണ് CPMഉം CPIയും ഉൾപ്പെടെയുള്ള LDFിലെ ഘടകകക്ഷികൾ വിലയിരുത്തുന്നത്. പക്ഷേ ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ അത് പലപ്പോഴും അതിര് കടന്നുപോയി, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി പലപ്പോഴും അവരുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടായി എന്നതാണ് വിലയിരുത്തൽ. അത് ജനങ്ങളിൽ അവമതി ഉണ്ടാക്കി എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്, ഇടതുമുന്നണിയിലെ കക്ഷികൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. അവർ എല്ലാ സീറ്റുകളിലും തോറ്റുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും വിലയിരുത്തപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ സമീപനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. പക്ഷേ അഴിമതി ആരോപണം എന്നത് ഈ 2 സർക്കാരുകളും നേരിട്ടില്ല എന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു നേട്ടമായി തന്നെയാണ് ആ മുന്നണി വിലയിരുത്തുന്നത്. അതേസമയം ചില നേതാക്കളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനങ്ങൾ ശരിയായില്ല എന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി ആ കുറ്റങ്ങളെല്ലാം, അല്ലെങ്കിൽ തനിക്കെതിരെ വന്ന വിമർശനങ്ങളെല്ലാം കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിൽ കേട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തു. ഏതായിരുന്നാലും അദ്ദേഹം സന്നദ്ധനായാൽ, പാർട്ടി അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാനത്ത് പ്രതിപക്ഷത്തെ നയിക്കുക പിണറായി വിജയനായിരിക്കും. അനുശ്രീ. ശരി, വി വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ജോസഫ് വിജയ് ക്യാമറയുടെയും ആർപ്പ് വിളിക്കുന്ന ആരാധകരുടെയും ലോകത്തു നിന്നും തമിഴ്നാടിന്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിലേക്ക് നടന്നു കയറുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു അധ്യായമാവുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിച്ച് ജയിക്കുകയോ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ഭരണപരിചയം നേടുകയോ ചെയ്യാത്ത ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായും സങ്കീർണമായ സാമൂഹിക പശ്ചാത്തലവുമുള്ള തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നേരിട്ട് വന്നിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ ചൂതാട്ടമാണ്. വെള്ളിത്തിരയിലെ വീരനായകനെ യാഥാർത്ഥ്യത്തിലെ രക്ഷകനായി കണ്ട് വോട്ട് ചെയ്ത തമിഴ്നാട് ജനത വലിയൊരു പരീക്ഷണത്തിനാണ് മുതിർന്നിരിക്കുന്നത്. എന്നാൽ സിനിമയിലെ സംവിധായകന്റെ ആക്ഷനും കട്ടിനും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്കുമപ്പുറം
ഓരോ നിമിഷവും പ്രവചനാതീതമായ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ലോകത്ത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ വിജയ് എങ്ങനെ പിടിച്ചു നിൽക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഭരണപരിചയമില്ലായ്മയും ഭൂരിപക്ഷമില്ലാത്ത സഭയും അതിശക്തമായ പ്രതിപക്ഷവും തീർക്കുന്ന വെല്ലുവിളികളുടെ ഒരു വലിയ കടമ്പയാണ് മുഖ്യമന്ത്രിയായ ആ നിമിഷം മുതൽ വിജയെ കാത്തിരിക്കുന്നത്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അവിടെ റീടേക്കുകൾ ഇല്ല എന്നത് തന്നെയാണ്. സിനിമയിൽ ഒരു രംഗം ശരിയായില്ലെങ്കിൽ അത് വീണ്ടും ചിത്രീകരിക്കാം. പ്രതിസന്ധികളെ നായകന്റെ ഒറ്റ ഡയലോഗിലോ സംഘട്ടനത്തിലോ പരിഹരിക്കാം. ഹോർമൂസ് കടലിടുക്കിൽ ആശങ്കകൾ ഒഴിയുന്നില്ല. പരസ്പരം വെല്ലുവിളിച്ച് US-ഉം ഇറാനും. ഇറാന്റെ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ എല്ലാ US സൈനിക താവളങ്ങളും തകർക്കുമെന്നും കപ്പലുകൾ കടലിൽ മുക്കുമെന്നും ഭീഷണി. അതേസമയം ഇറാൻ ചർച്ചകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ പ്രൊജക്ട് ഫ്രീഡം ഉൾപ്പെടെയുള്ള നടപടികൾ വ്യാപകമാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ കപ്പലുകളും ഡ്രോണുകളും തകർക്കുന്ന AI മീമുകളും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. അടുത്തയാഴ്ച ഇസ്ലാമാബാദിൽ US ഇറാൻ സമാധാന ചർച്ചകൾ നടന്നേക്കുമെന്നാണ് സൂചന. അജയ് സുതാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഇറാൻ US സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇതിനിടയ്ക്ക് പുറത്തു വന്നതേ ഉള്ളൂ. ഇപ്പോഴിതാ വീണ്ടും ഈ സംഘർഷം മുറുകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് വീണ്ടും സമാധാന ചർച്ചകൾ നടന്നേക്കുമെന്ന് പറയുന്നു. ഇതിലെങ്കിലും ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അനുശ്രീ, അടുത്ത ആഴ്ച ചർച്ചകൾ നടക്കും എന്നുള്ള അഭ്യൂഹം അത് കുറച്ച് ദിവസങ്ങളായി ഉണ്ട്. പക്ഷേ ഇറാൻ ഇതുവരെ US സമർപ്പിച്ച സമാധാന നിർദ്ദേശങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഇന്നലെ ഇറാൻ ഒരു മറുപടി നൽകുമെന്നായിരുന്നു US പ്രതീക്ഷിച്ചിരുന്നത്. ഇതനുസരിച്ചുള്ള പ്രതികരണങ്ങളാണ് US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും അതുപോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എല്ലാം നടത്തിയിരുന്നത്. പക്ഷേ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പിന്നീട് വ്യക്തമാക്കിയത് ഇപ്പോൾ നിലവിൽ US-ന് ഒരു മറുപടി നൽകാനാകില്ല. ഉടൻ കാര്യങ്ങൾ ഇറാനിലെ സുരക്ഷാ മന്ത്രാലയം ഇത് ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ US-ന് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകൂ എന്നാണ് ഇസ്മായിൽ ബഗേയി പറഞ്ഞത്. ഉചിതമായ സമയം കണ്ടെത്തിയതിന് ശേഷം US-ന് കൃത്യമായിട്ട് ഈ സമാധാന നിർദ്ദേശങ്ങൾക്കുള്ള ഇറാന്റെ മറുപടി നൽകും എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. ഒരു 14 നിർദ്ദേശങ്ങളാണ് US ഇറാന് സമർപ്പിച്ചത്. പക്ഷേ ഈ സമാധാന നിർദ്ദേശങ്ങൾ സമർപ്പിച്ച സമാധാന നീക്കങ്ങൾ തുടരുമ്പോഴും പരസ്പരം വെല്ലുവിളികൾ നടത്താനും ഇരു രാഷ്ട്രങ്ങളും മടിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഏറ്റവും കലുഷിതമായിട്ടുള്ള ഒരു ആക്രമണം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ നടന്നിരുന്നു. ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇത്ര വലിയൊരു ആക്രമണം ഹോർമൂസിൽ അത് ഇപ്പോഴാണ് നടക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ 2 ടാങ്കറുകൾക്ക് നേരെ അടക്കം US ആക്രമണം നടത്തിയിരുന്നു. US-ന്റെ 3 യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിൻ്റെ പ്രത്യാക്രമണമായിട്ടാണ് ഇറാന്റെ 2 എണ്ണ ടാങ്കറുകൾ തകർത്തത്. അപ്പോൾ ഇതിനിപ്പോൾ ഭീഷണിയുമായിട്ട് IRGC നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇറാന്റെ ഏതെങ്കിലും ടാങ്കറുകളോ അല്ലെങ്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയോ ആക്രമണം നടത്തിയാൽ US-ന്റെ എല്ലാ പടക്കപ്പലുകളും കടലിൽ മുക്കുമെന്നാണ് IRGCയുടെ ഭീഷണി. മാത്രമല്ല പശ്ചിമേഷ്യയിലുള്ള എല്ലാ US-ന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്തുമെന്നും IRGC ഭീഷണി മുഴക്കുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ട്രംപും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ട്രംപും തിരിച്ച് ഇറാന് നേരെ ശക്തമായിട്ടുള്ള ഭീഷണികൾ മുഴക്കുന്നുണ്ട്. ഇറാൻ മേഖലയിൽ ആക്രമണം കടുപ്പിക്കുകയോ അല്ലെങ്കിൽ സമാധാന നിർദ്ദേശങ്ങളിൽ നല്ല രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്തില്ലെങ്കിൽ പ്രോജക്ട് ഫ്രീഡം ഉൾപ്പെടെയുള്ള US-ന്റെ നടപടികൾ അത് വ്യാപകമാക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ട്രംപിന്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ട് വഴി ചില AI ചിത്രങ്ങൾ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഈ ഇറാന്റെ കപ്പലുകൾ അത് കടലിനടിയിൽ തകർന്നു കിടക്കുന്ന ഒരു AI ചിത്രം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതുപോലെ ഒബാമയുടെയും അതുപോലെ ജോ ബൈഡന്റെയും കാലത്ത് ഇറാന്റെ കപ്പലുകൾ കടലിൽ സുഗമമായി യാത്ര ചെയ്തപ്പോൾ തൻ്റെ കാലത്ത് കപ്പലുകൾ കടലിനടിയിൽ തകർന്നു കിടക്കുകയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രം അദ്ദേഹം പങ്കുവച്ചു. മാത്രമല്ല, US കടലിൽ ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അത് ട്രംപ് ഒരു കപ്പലിന് മുകളിൽ കയറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചു. പിന്നെ ഈ ഡ്രോണുകൾ ചിത്രശലഭങ്ങളെ പോലെ കടലിലേക്ക് തകർന്നു വീഴുന്ന ഒരു ഫോട്ടോയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതുപോലെ ബൈ ഡ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ അടങ്ങിയ മറ്റൊരു ചിത്രം, അതായത് കപ്പലുകൾ കടലുകൾക്ക് മുകളിലൂടെ പറക്കുന്ന ഇറാന്റെ ഡ്രോണുകളെ വെടിവെച്ചിടുന്ന ഒരു ചിത്രം. അങ്ങനെ ഇത്തരത്തിൽ 5 ചിത്രങ്ങളാണ് ട്രംപ് ഇറാന് നേരെ ഒരു ഭീഷണി മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതിലൂടെ ഇത് ഇറാനുള്ള ഒരു ഭീഷണി മാത്രമല്ല, അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങളിലും
ട്രംപിനെതിരെ ഉയരുന്ന എതിർപ്പുകളെ മറികടക്കാൻ കൂടിയാണ് ഇത്തരമൊരു ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളതെന്ന് നമുക്ക് വിലയിരുത്താനാകും. ഈ യുദ്ധത്തെ സംബന്ധിച്ച് വലിയ ഒരു വിമർശനങ്ങൾ അമേരിക്കയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വയം ന്യായീകരിക്കാനുള്ള ട്രംപിന്റെ ഈ നീക്കം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനിടെ ഒരു സമാധാന നീക്കങ്ങളുമായിട്ട് റഷ്യ രംഗത്ത് വരുന്നുണ്ട്. അതായത് ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങൾ തുടരുന്നുണ്ട്. അപ്പോൾ ഈ യുറേനിയം അത് റഷ്യ കൈവശം വയ്ക്കാം എന്നുള്ളൊരു ഓഫർ ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ വീണ്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് 2015 സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇറാനിലുള്ള യുറേനിയം അത് റഷ്യയിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ വീണ്ടും ഞങ്ങൾ അതുപോലെ ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് കൊണ്ടുപോകാം എന്നാണ് പുടിൻ പറയുന്നത്. പക്ഷേ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് US ഇതിനെ ഒട്ടും തന്നെ വഴങ്ങുന്നില്ല. ഇറാനിലുള്ള യുറേനിയം അതുപോലെ ആണവ വസ്തുക്കളെല്ലാം തന്നെ അമേരിക്ക കൈവശം വയ്ക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് കാണാനാകും. അതുപോലെ ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ UK-യും ഫ്രാൻസും കൂടി ഒരു സംയുക്ത ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു വിമാനവാഹിനി കപ്പലും അതുപോലെ ഒരു യുദ്ധക്കപ്പലും ഒക്കെ ഈ ഹോർമുസ് കടലിടുക്കിലും അതുപോലെ ചെങ്കടലിലേക്കും ഉൾപ്പെടെ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലുമുള്ള സൈനിക ഓപ്പറേഷൻസ് ഞങ്ങൾ ആരംഭിക്കുന്നില്ല. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഹോർമുസ് കടലിടുക്കിലുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു സുരക്ഷാ മേഖലയിൽ ഉറപ്പാക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ഒരു കരാറിലോട്ടൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ കപ്പലുകൾ വെറുതെ മേഖലയിൽ വിന്യസിച്ചിരിക്കുക മാത്രമാണ്, മറ്റ് നടപടികളിലേക്കൊന്നും കടക്കുന്നില്ല എന്നാണ് UK-യും ഫ്രാൻസും വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതിനിടെ ലെബനനിലും ഇപ്പോൾ ആക്രമണം വളരെ കടുത്ത രീതിയിൽ തന്നെ നടക്കുകയാണ്. ഈ ശനിയാഴ്ച മാത്രം ഇസ്രായേൽ തെക്കൻ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ 24 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടിയുണ്ട്. അജയ്, അതുപോലെ തന്നെ ഈ ഇറാൻ മറുപടി നൽകാത്ത ഒരു സാഹചര്യം, തക്കതായ സമയത്ത് മറുപടി നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇങ്ങനെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഒന്നുകിൽ ട്രംപ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇറാൻ ഉണ്ട് എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? ഇറാൻ US-നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഇതിലൂടെ ശ്രമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ US-ന് മുന്നിൽ ഇറാൻ സമർപ്പിച്ചിരുന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതൊരു 5 നിർദ്ദേശങ്ങളായിരുന്നു. പക്ഷേ ഇതിൽ മറുപടി പറയാൻ തന്നെ US ഏറെ സമയം വൈകിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇത് സമ്മതമല്ല എന്നൊരു നിലപാടാണ് ഇറാനെ അറിയിച്ചത്. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന ചർച്ചകൾക്ക് കുറച്ചുകൂടി പ്രതീക്ഷയേകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 പേജുള്ള നിർദ്ദേശങ്ങൾ ഇരു രാഷ്ട്രങ്ങളും അംഗീകരിച്ച ശേഷമാണ് ഇപ്പോഴുള്ള ഒരു സമാധാന ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. US ഇറാന് മുന്നിൽ സമർപ്പിച്ചതിൽ പല പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുമുണ്ട്. അത് ഇറാൻ മുൻപൊന്നും അംഗീകരിക്കാത്ത പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇറാന്റെ ആണവ വിഷയം സംബന്ധിച്ചുള്ള പ്രശ്നം തന്നെയുണ്ട്. അപ്പോൾ ഇതിലാണ് റഷ്യ നിലവിൽ ഒരു സമവായ നീക്കവുമായി വന്നിട്ടുള്ളത്. അതായത് US-ലേക്ക് ഈ ഇറാനിലുള്ള യുറേനിയം കൊണ്ടുപോകുന്നത് അത് ഇറാനിലെ നേതാക്കളെ സംബന്ധിച്ചാണെങ്കിലും ഒട്ടും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ ചുറ്റുപാട് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യുറേനിയം അമേരിക്കയിലേക്ക് വിട്ടു നൽകാതെ ഇത് റഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഇറാനും ഏറെക്കുറെ സമ്മതമായിരിക്കും. കാരണം റഷ്യ ഇറാന്റെ ഒരു അടുത്ത സഖ്യകക്ഷിയാണ്, അമേരിക്കയ്ക്കും സ്വീകാര്യമായിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഈ യുറേനിയം റഷ്യയിലേക്ക് കൊണ്ടുപോയാൽ അത് ഒരു പരിഹാരമാകും എന്നുള്ള ധാരണയിലാണ് നിലവിൽ പുടിൻ അത്തരമൊരു നീക്കങ്ങൾ നടത്തുന്നത്. മാത്രമല്ല മേഖലയിലുള്ള സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി റഷ്യ മറ്റ് പല രാഷ്ട്രങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നു എന്നാണ് വിവരമുള്ളത്. ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നയതന്ത്ര നീക്കങ്ങൾ അതെല്ലാം സജീവമായി തന്നെ തുടരുകയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്നൊരു മറുപടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പാകിസ്ഥാൻ വഴിയായിരിക്കും ഈ സമാധാന നിർദ്ദേശങ്ങളിലുള്ള മറുപടി അമേരിക്കയെ അറിയിക്കുക. അതിനുശേഷമായിരിക്കും ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടക്കുക എന്നാണ് സൂചനയുള്ളത്. എന്തായാലും ട്രംപിന്റെ ഒരു തത്രപ്പാട് ഇനി അടുത്ത ആഴ്ച അദ്ദേഹം ചൈനയിലേക്ക് സന്ദർശനം നടത്താനിരിക്കുന്നുണ്ട്. അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരിക്കും അദ്ദേഹം ചൈനയിലേക്ക് സന്ദർശനം നടത്തുക. അപ്പോൾ ട്രംപിന്റെ ചൈനീസ് സന്ദർശനത്തിന് മുൻപേ എങ്ങനെയെങ്കിലും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണുക, അത് ട്രംപിന്റെ ഒരു വലിയ ലക്ഷ്യവും കൂടിയാണ്. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രത. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഡൽഹി പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും നിരീക്ഷണം കർശനമാക്കി.
DDU മാർഗിലെ BJP ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന രാഷ്ട്രീയ ഓഫീസുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇവിടങ്ങളിൽ കൂടുതൽ സായുധ സേനയെ വിന്യസിക്കുകയും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹന പരിശോധന ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഫീസുകൾ, തിരക്കേറിയ ചന്തകൾ, ഗതാഗത കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ചാവേർ ആക്രമണങ്ങൾക്കോ വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുള്ള സ്ഫോടനങ്ങൾക്കോ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ എന്നിവയോട് സർവ്വസജ്ജമായിരിക്കാൻ നിർദ്ദേശമുണ്ട്. സംശയാസ്പദമായ നീക്കങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വസ്തുക്കൾ, പാർക്ക് ചെയ്ത വാഹനങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഴകിയ തമിഴ് മകൻ ഇനി തമിഴ് കാവൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10-ന് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CV അനുമോദ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെയൊക്കെ സൂപ്പർ ഹീറോ ആയിരുന്ന വിജയ് ഇനി തമിഴ്നാടിന്റെ തന്നെ സൂപ്പർ ഹീറോ ആകാൻ പോവുകയാണ്. 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? വിജയ് ഇന്ന് 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇന്നലെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രിക്കൊപ്പം മറ്റ് 9 മന്ത്രിമാരും കൂടി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ത്രില്ലർ സിനിമയെ പോലും ഓർമ്മിപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തമിഴ്നാട്ടിൽ നടന്നു വന്നിരുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പൂർണ്ണമാണോ? അനുശ്രീ, വിജയുടെ സത്യപ്രതിജ്ഞ രാജകീയമായിട്ട് തന്നെ നടക്കുമെന്ന് ഉറപ്പായി. അദ്ദേഹത്തിന്റെ ആരാധകരും അണികളും പ്രവർത്തകരും അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്നവരും എല്ലാം തന്നെ ഇപ്പോൾ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വഴികളെല്ലാം തന്നെ പോലീസ് അടച്ചിരിക്കുന്നു. കനത്ത സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട്. എന്താണെങ്കിലും ഈ തമിഴ്നാടിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രിയായി വിജയ് രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. രാഷ്ട്രീയക്കാരനായിട്ടുള്ള വിജയ്, സിനിമാ താരത്തിനപ്പുറം, സൂപ്പർ താരത്തിനപ്പുറം രാഷ്ട്രീയക്കാരനായിട്ടുള്ള വിജയ്, മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് തമിഴ്നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാവരുടെയും വലിയ ഒരുപാട് പ്രതീക്ഷകളാണ് വിജയെ കുറിച്ച് തമിഴ്നാടിനുള്ളത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ ജനം സ്വീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ സാധിച്ചത്. അതിനൊപ്പം തന്നെ അദ്ദേഹം അധികാരത്തിലേറിയില്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകും, അരക്ഷിതാവസ്ഥ ഉണ്ടാകും. അതൊരു പക്ഷേ കേന്ദ്രം മുതലെടുക്കുമെന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് DMK കക്ഷികളായ CPM-ഉം CPI-യും VCK-യും IUML-ഉം എല്ലാം വിജയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ വിജയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യ കാലയളവ്, ആദ്യ 6 മാസം അതേറെ പരീക്ഷണങ്ങൾ നിറഞ്ഞതാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താണെങ്കിൽ 6 മാസം ശല്യം ചെയ്യില്ല എന്നാണ് സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത് സ്റ്റേഡിയത്തിന് മുൻപിൽ ജനക്കൂട്ടം ഇവിടേക്ക് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. കൃത്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോരുത്തരെയും ഇതിലേക്ക് കടത്തിവിടുന്നത് തന്നെ. അതുപോലെ ആരെല്ലാം ഈ ഒരു സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാഹുൽ ഗാന്ധി എത്തും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം MK സ്റ്റാലിൻ മുതലായ മുതിർന്ന നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതൊക്കെ എത്തിച്ചേരുമോ ഇല്ലയോ, എത്തിയാൽ തന്നെ അവരോട് എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? തമിഴകത്ത് ചേരിപ്പോരും രാഷ്ട്രീയപരവും ഒക്കെ പരസ്യമായി പ്രകടിപ്പിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത്തരത്തിൽ ഉള്ള കാഴ്ചകളാകുമോ അതോ ഇതേ പുതിയ മാതൃകയ്ക്ക് തുടക്കമിടുമോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. 10 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും ചെന്നൈ നഗരം ഒന്നാകെ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുകയാണ്. വലിയ സുരക്ഷാ പരിശോധനകൾ, വഴികളെല്ലാം തന്നെ അടച്ചുകൊണ്ടുള്ള പൂർണ്ണമായി എല്ലാ വഴികളും അടച്ച് കനത്ത പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമേ സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നുള്ളൂ. എന്നാണെങ്കിലും ചെന്നൈ തമിഴ്നാട് കാത്തിരിക്കുകയാണ് വിജയ് ദളപതിയിൽ നിന്നും മുതലമേച്ചറാകുന്ന ആ ഒരു നിമിഷത്തിനായി.
അനുമോദ്, അതുപോലെ തന്നെ ഇത്രകാലം തമിഴ് ജനതയും നമ്മളൊക്കെയും വിജയെ കണ്ടിരുന്നത് സിനിമയിൽ സൂപ്പർ സ്റ്റാറായി എത്തി ഒരു ജനതയെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു നായകനായിരുന്നു വിജയുടെ ആക്ഷനുകളും അഭിനയവും ഒക്കെ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ ഇനി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോഴും അതൊക്കെ തന്നെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണോ അവിടുത്തെ ജനങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പ്രതികരണം? തീർച്ചയായും ആളുകളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് വിജയുടെ മേലുള്ളത്. കാരണം വിജയ്ക്കെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രചരണം ഉണ്ടായിരുന്നത്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിൽ അങ്ങനെ മാറ്റം വരുത്തേണ്ടത് താഴത്തുനിന്നാണെന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രചരണം ജനം നെഞ്ചേറ്റിയതിന്റെ ഒരു തെളിവാണ് അദ്ദേഹത്തിന് ലഭിച്ച ഈ ഭൂരിപക്ഷം. അപ്പോൾ ഈ സിനിമാ താരം സൂപ്പർ താരം എന്നതിനപ്പുറം യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയായിരിക്കും വിജയ് നേരിടുക എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം പലപ്പോഴും സിനിമയിലെ തിരക്കഥ പോലെ ആയിരിക്കില്ല രാഷ്ട്രീയത്തിൽ സാഹചര്യങ്ങൾ. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമങ്ങൾ വരെ 4 തവണ ഗവർണർ കണ്ടതുകൊണ്ട് വ്യക്തമായിട്ടാണ്. അദ്ദേഹത്തിന്റെ പ്രായോഗിക പരിചയം എത്രമാത്രം പല വിഷയങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരുടെ ഉപദേശങ്ങൾ അദ്ദേഹത്തെ വഴിതെറ്റിക്കുമോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ളത് അങ്ങനെ പല ചോദ്യങ്ങളുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു സിനിമയിലെ സൂപ്പർ താരത്തിന് യഥാർത്ഥ മുഖ്യമന്ത്രിയായി ജീവിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹം പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. രാഷ്ട്രീയമായിട്ട് പക്വതയോടെ സംയമനത്തോടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകും. അതൊക്കെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനാകുമോ? മാത്രമല്ല രാഷ്ട്രീയത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൽ ചാലുവാരലും പുലികാലുവത്തിലും ഒക്കെ വലിയ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ശൈലികളാണ്. അതൊക്കെ വിജയ്ക്കെതിരെയും ഒരുപക്ഷെ ഇപ്പോഴുള്ള അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുമോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങളൊക്കെ ഉയരുന്നില്ല. നമുക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിജയ് എങ്ങനെ സ്വയം അടയാളപ്പെടുത്തുമെന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 10 മണിയോടുകൂടി വിജയുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് പുറത്തുവരുന്നത്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന് പിതാവ് SA ചന്ദ്രശേഖർ. തമിഴ്നാടിന് വേണ്ടിയുള്ള ആത്മാർത്ഥ പ്രവർത്തനം വിജയ് നടത്തുമെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. I'm so happy. Sir, it's a long time wish for you. It's a dream for you to become. Seeing him as a leader. Actually, you have wanted to become like a leader. No. I never. Whatever I am doing, only for my son. So, what would be the moment, sir? How happy is the tomorrow? I'm happy. So, some say that it's the people's pressure that left to this moment where everybody had to support Vijay. And what do you have to say to the people who supported Vijay and hoped that he would become the CM? Finally, Tamil people have succeeded. And how do you through Vijay? So what's your advice and to CM Vijay? I will do everything for the Tamilians. ദളപതി വിജയെ കാണാൻ പട്ടാമ്പിയിൽ നിന്ന് കാൽനടയായി യാത്ര തുടർന്ന് യുവദമ്പതികൾ ഡ്രൈവറായ KS മുഹമ്മദ് റാഫിയും ഭാര്യ ഷഹനമോളും ചേർന്നാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. വിജയുടെ കടുത്ത ആരാധകരാണ് ഇരുവരും. ബുധനാഴ്ച താനൂരിൽ നിന്നാണ് യുവദമ്പതികളായ മുഹമ്മദ് റാഫിയും ഷഹനയും യാത്ര ആരംഭിച്ചത്. ലക്ഷ്യം ചെന്നൈയിലെത്തി വിജയെ കാണുക. സിനിമകളിൽ വിജയ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് ഇരുവർക്കും. നേരിൽ കാണാനുള്ള ആഗ്രഹം പണ്ടുമുതലേയുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച് ജയിക്കുകയും മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്തതോടെ ആ ആഗ്രഹം കടുത്തു. ഇതോടെയാണ് ചെന്നൈയിലെത്തി താരത്തെ നേരിൽ കാണാൻ തീരുമാനിച്ചത്. ഉച്ച സമയങ്ങളിൽ വിശ്രമിച്ചും രാത്രി ടെന്റിലുറങ്ങിയും പുലർച്ചെ പെട്രോൾ പമ്പുകളിൽ നിന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചുമാണ് ഇവരുടെ യാത്ര. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദളപതി വിജയനെ കാണണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു യാത്രയുടെ. മറ്റൊരു കാര്യം വെച്ചാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ. അത് ആ ഒരു സപ്പോർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നടക്കാനുള്ള ഒരു ഊർജ്ജം കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ 650 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, നല്ല യാത്രയുണ്ട്, നല്ലപോലെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങള് ദളപതിയടുത്ത് എത്തും. പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ചെന്നൈയിലെത്തിയാൽ എങ്ങനെയാണ് വിജയെ കാണുക എന്നൊന്നും ഇരുവർക്കും അറിയില്ല.
എന്തായാലും ആദ്യം ചെന്നൈയിലെത്തുക, പിന്നെ പതിയെ അതിനുള്ള വഴി ഒരുങ്ങുമെന്നാണ് വിശ്വാസം. മുഖ്യമന്ത്രി പദവിയിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ചെന്നൈയിൽ എത്താനാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 പാലക്കാട്. 1.5 നൂറ്റാണ്ട് ചരിത്രമുള്ള കണ്ണൂർ മുഴപ്പാലം ഗവൺമെന്റ് UP സ്കൂൾ ഇപ്പോൾ പുതിയ മുഖച്ഛായയിലാണ്. അസൗകര്യങ്ങളുടെ നേർക്കാഴ്ചയിലായിരുന്ന സ്കൂളിനെ നാടിനെ ആകെ മാതൃകയാക്കി മാറ്റിയത് ഡോക്ടർ ഷമാ മുഹമ്മദ് നേതൃത്വം നൽകുന്ന സോയ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ∞ 1879 കണ്ണൂർ താവക്കരയിൽ സ്ഥാപിതമായ വിദ്യാലയം. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ തണൽ പകർന്ന വിദ്യാലയം. ചരിത്ര പശ്ചാത്തലം ഏറെയുണ്ടെങ്കിലും അവഗണനകളിൽ വീർപ്പുമുട്ടി. അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ, ചുറ്റുമതിലില്ല. പക്ഷേ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തിയിൽ നിന്ന് മോചനം. സഹായഹസ്തവുമായി എത്തിയത് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ CSR ഫണ്ട് പ്രയോജനപ്പെടുത്തിയതോടെ വിദ്യാലയത്തിന് ലഭിച്ചത് ഒരു പുനർജന്മമാണ്. 2025 ഏപ്രിലിൽ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. അടച്ചുറപ്പില്ലാതിരുന്ന ക്ലാസ് മുറികൾക്ക് ഭിത്തികൾ നിർമ്മിച്ചു. സീലിംഗും മനോഹരമായ പെയിന്റിങ്ങും ചൈൽഡ് ഫ്രണ്ട്ലി ഫർണിച്ചറുകളും കൂടിയായപ്പോൾ ക്ലാസ് മുറികൾ ഹൈടെക്കായി. ചുറ്റുമതിൽ കെട്ടി ഭദ്രമാക്കിയ മുറ്റത്ത് ഇന്റർലോക്കുകൾ വിരിച്ചു. ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റുകളും ഡൈനിങ് ഹാളും അടുക്കളയും സജ്ജമായി. ഒപ്പം കുട്ടികൾക്കായി ഒരു പുതിയ ഷൂട്ടിംഗ് കോർട്ടും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. രാഷ്ട്ര ജീവിതത്തിൽ വരുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിലെല്ലാം പഴയത്, കുട്ടികൾക്ക് ഡെസ്ക് ഇല്ല, മതിലില്ല, അവർക്ക് കഷ്ടപ്പാടാണ്. അവർക്ക് ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ ഫാൻ വരെ ശരിക്കായിട്ടില്ല, അവർക്ക് കളിക്കാൻ വരെ സ്ഥലമില്ല, എല്ലാം മണ്ണ്. അപ്പോൾ അത് കണ്ടേരം എനിക്ക് സങ്കടമായി. എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല സ്കൂളിൽ പോകാൻ പറ്റും. എനിക്ക് സാമർത്ഥ്യം ഉണ്ടോണ്ട്, പക്ഷെ സാമർത്ഥ്യ ശേഷി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സ്കൂളിൽ പോകാനുള്ള അതല്ലല്ലോ പ്രശ്നം വരണം. നമ്മൾ മനസ്സ് തോന്നിയിട്ട് അവർക്ക് നല്ല സ്കൂൾ കൊടുക്കാൻ പറ്റണം. അപ്പം ട്രസ്റ്റ് ത്രൂ എനിക്ക് CSR ഫണ്ട് കിട്ടി. ആ ഫണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി. എനിക്ക് സന്തോഷമാണ്. ഈ സ്കൂൾ മുമ്പേ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ എത്ര ചേഞ്ച് വന്നിരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥിയായ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് മുഖച്ഛായ മാറിയ വിദ്യാലയം നാടിന് സമർപ്പിച്ചു. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. ക്രിമിനൽ കേസ് പ്രതി പന്നിയോട് സ്വദേശി ബ്രൂസ്ലി ഷിബുവാണ് സ്ത്രീയെ പീഡിപ്പിച്ചത്. KSRTC ഉദ്യോഗസ്ഥർ CCTV പരിശോധിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്? പ്രതിയെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ പോലീസിന്? കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന ഒരു ദാരുണമായ ഒരു സംഭവം, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കാട്ടാക്കട ബസ് സ്റ്റാൻഡ് ഉള്ളിൽ തന്നെ സംഭവിക്കുന്നത്. അവിടെ കിടന്നുറങ്ങുകയായിരുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് പന്നിയോട് സ്വദേശിയായ ബ്രൂസ്ലി ഷിബു ആണ് ഈ ഒരു ഇതിന് പിന്നിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് CCTVയിലും വ്യക്തമാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥർ, KSRTC ഡിപ്പോയിലെ ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെയും അവർ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പം അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതേസമയം സ്ത്രീ അവിടെ നിന്ന് എവിടെയാണെന്ന് കാണാൻ കഴിയില്ല. അവര് സാധാരണ അവിടെ അലഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായി അവരെ കാണുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി അറിയുന്നു. എന്തായാലും പോലീസ് അത് ഊർജിതമായി എടുത്തിട്ടുണ്ട്. വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പറയുന്ന ഇയാൾ ഈ കൃത്യം ചെയ്തയാൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. മാത്രമല്ല ലഹരി ഇടപാടിന്റെ ഒരു ലഹരി ഇടപാട് നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി പോലീസ് പറയുന്നു. എന്തായാലും അയാളെ ഉടനെ പിടികൂടും എന്നതാണ് കാട്ടാക്കട പോലീസ് പറയുന്നത്. ശരി, അരുൺ മോഹനാണ് കൂടുതൽ വിവരങ്ങൾ. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡെയിലി
ഇന്ന് 9ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് തക്കല സ്വദേശികളായ വിനോദ് കുമാറും ബിനുമോളും. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അനിയൻ വിനീഷ് കുമാറും മാതാപിതാക്കളുമാണ്. വിനോദ് കുമാറിനും ബിനുമോൾക്കും ന്യൂസ് 18ന്റെ പേരിലും വിവാഹ വാർഷികാശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. നമസ്കാരം.